അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് വീട്ടിലോട്ടുള്ള ഗ്രോസറി ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. വീട്ടിലോട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ 2 ആഴ്ച കൂടുമ്പോഴാണ് സാധനങ്ങൾ വാങ്ങിക്കാറുള്ളത് കേട്ടോ. സാധാരണ എറണാകുളത്ത് പോയിട്ടാണ് വാങ്ങിക്കാറുള്ളത്. ഇന്ന് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾക്ക് ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് വൈപ്പിലുള്ള സ്കൂൾ മുറ്റത്ത് പോയിട്ടാണ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് സ്കൂൾ മുറ്റത്താണ്. വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കുന്നത് ഇവിടെ നിന്നാണ്. ബാക്കിയുള്ള ഐറ്റംസൊക്കെ വേറെ ഏതെങ്കിലും ഷോപ്പിൽ നോക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന സമയത്ത് പ്രോപ്പർ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് പോകാറുള്ളൂ. അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വെറുതെ ഇരുത്തിയിട്ട് ചീത്തയായി കളയേണ്ടി വരും കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ലിസ്റ്റൊക്കെ ആക്കിയിട്ട് പോകുന്നത്. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് വെജിറ്റബിൾസ് മാത്രമേ വാങ്ങിക്കാനുള്ളൂ. പിന്നെ നമ്മുടെ നോമ്പ് തുടങ്ങാറായല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഈ സവാളക്കൊക്കെ ഭയങ്കരമായിട്ട് പെട്ടെന്ന് റേറ്റ് കൂടും എന്ന് ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ കുറച്ച് കാര്യമായിട്ട് സവാള വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാട്ട് ഇട്ടിട്ട് അതിന് ചുമ്മാ ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. അത് കഴിഞ്ഞ് നേരെ അതിൻ്റെ അകത്ത് തന്നെ വേറെ സെക്ഷനായിട്ടാണ് ഫ്രൂട്ട്സ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ച് അതിനോട് ഇഷ്ടമുള്ളതാണ് ഇപ്പോൾ ഞങ്ങളുടെ മെയിൻ പ്രയോറിറ്റി എന്ന് പറയുന്നത്. കാരണം ഞങ്ങൾ കഴിച്ചില്ലെങ്കിൽ അതിന് കഴിക്കണം എന്നാണല്ലോ. അതിന് യൂസ് അങ്ങനെ എല്ലാ ഫ്രൂട്ട്സൊന്നും കഴിക്കില്ല. അവർക്ക് കുറച്ച് സെലക്റ്റഡ് ഐറ്റംസ് ഉണ്ട്. അത് മാത്രമല്ലാതെ വേറെ ഒന്നും കഴിക്കില്ല കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ അതിനോട് ഡാൻസൊക്കെ കണ്ട് സാധനങ്ങളൊക്കെ ബില്ല് ചെയ്തിട്ട് ഐറ്റം എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ഇത് ബില്ലിങ് കഴിഞ്ഞ് വേറെ സ്ഥലത്ത് വന്നിട്ടാണ് നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ പോയത് അടുത്തുള്ള ഏതെങ്കിലും ഒരു കടയിൽ പോയിട്ട് ഞാൻ പറഞ്ഞില്ലേ പൾസസൊക്കെ വാങ്ങിക്കണം എന്ന്. കുറച്ച് വാങ്ങിക്കാനുള്ളൂ. നോമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ പൾസസിൻ്റെ ഒന്നും ആവശ്യം വരണില്ലല്ലോ. അപ്പോൾ നോമ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഒരാഴ്ചയല്ലേ ഉള്ളൂ. അപ്പോൾ ഒരാഴ്ചത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാധനങ്ങൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. ഇവിടെ വന്നതിനാലാണ് പ്രശ്നം, ലിസ്റ്റിലില്ലാത്ത പല സാധനങ്ങളും കയറി വരും കേട്ടോ. ഞാൻ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിക്കുമെങ്കിലും ഞാൻ അതും അതിനും ഭയങ്കര അലമ്പ. എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനേലും വാശിയാണ്ട ഞാൻ അതിന്. അപ്പം ഞാൻ പോയിട്ട് അവർ എന്തൊക്കെയോ പർച്ചേസ് ചെയ്തിരിക്കണമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയിട്ട് എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നോക്കിയിട്ട് കുറച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഓയിലൊക്കെ ചെറിയ ചെറിയ പാക്കറ്റാണ് യൂസ് ചെയ്തത്. ഞങ്ങളാകെ 3 പേരല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഇതൊക്കെ അത്യാവശ്യം ആവശ്യമാണ്. കുറച്ചാൾ കൂടുതൽ നിൽക്കും. അങ്ങനെ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കണമായിരുന്നു കേട്ടോ ലിസ്റ്റിൽ നോക്കിയിട്ട്. പിന്നെ അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് ബില്ല് ചെയ്ത് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് രാത്രി കഴിക്കാനുള്ള ഫുഡ് ഉണ്ടാക്കാനുള്ള ടൈം ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് അത് പുറത്തുനിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട്, പുറത്ത് മീൻസ് ദോശ വാങ്ങിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ദോശ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് യുവമാരെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ യുവമാർ കളിക്കാൻ എന്തോ പോകാൻ വേണ്ടി നിൽക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ അതിനൂനെ വാപ്പിയുടെ അടുത്താക്കിയിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അതിനൂനെയും കൊണ്ട് പോകണ്ടല്ലോ എന്ന് വെച്ചിട്ട് കാറ് വീട്ടിൽ വിട്ടിട്ട് 2 വീലറിനാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ പക്ഷേ ദോശ വാങ്ങിക്കാൻ പോയിട്ട് ഭയങ്കര പോസ്റ്റായിരുന്നു. കാരണം അവിടുത്തെ എന്തോ ഓണർ സാധാരണ ദോശ ഉണ്ടാക്കാറുള്ള ടീമുകൾ അവിടെ ഉണ്ടായിരുന്നില്ല. അവിടുത്തെ പണിക്കാരായിരുന്നു. പിന്നെ അവിടെ കുറേ നേരം എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂറോടെ വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ദോശ വാങ്ങിച്ചത്. ദോശ വാങ്ങിച്ച് നേരെ വീട്ടിലോട്ട് പോയിട്ട് പിന്നെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കേണ്ട ടാസ്ക് ആയിരുന്നു കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ നിന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എവിടെയെങ്കിലും പോയി വന്നിട്ട്, അതായത് ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ആ സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കൂലേ, അത് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് കേട്ടോ. അങ്ങനെ ഓരോ സാധനങ്ങൾ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും. ഇപ്പോൾ ടൊമാറ്റോ ഒക്കെ കൂടുതലുണ്ടെങ്കിൽ 2 ബോക്സിലാക്കിയിട്ട് വെക്കും. അപ്പോൾ ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതിയല്ലോ. ഒറ്റയടിക്ക് എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെക്കണ്ടല്ലോ വെച്ചിട്ട്. ഫ്രൂട്ട്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ ഈ വാട്ടർ മെലനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് വെക്കട്ടെ. ഇപ്പോൾ ഗ്രേപ്സ് ആണെങ്കിലും കഴുകിയിട്ട് അതിങ്ങനെ വിടിയിപ്പിച്ചിട്ട് പാത്രത്തിലാക്കി വെക്കലാണ്. അന്ന് നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിലായത് കൊണ്ടിട്ട് അതൊക്കെ അങ്ങനെ തന്നെ വെച്ച് വാട്ടർ മെലനൊന്നും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചുമ്മാ അങ്ങനെ തന്നെ ഏറ്റി ഫ്രിഡ്ജിലാണ് വെച്ചത് കേട്ടോ. പിന്നെ അതേ ബാക്കി നമ്മുടെ സാധനങ്ങൾ കുറച്ച് സാധനം ഞാൻ പറഞ്ഞില്ലേ നോമ്പായിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതെല്ലാം എടുത്ത് വെച്ച് കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് ഇന്ന് ഞാൻ പോയി കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ അയിനൂനും ഉറക്കം വന്നു കഴിഞ്ഞാൽ ഞാൻ അതുകൊണ്ട് കയ്യിൽ നിൽക്കത്തില്ല. എൻ്റെ അടുത്ത് തന്നെ വരാൻ വേണ്ടിയിട്ട് അലമ്പുണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് ഞാൻ പോയി കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ വ്ളോഗൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യാനോട്ടോ. എന്നാലും എനിക്ക് ഇനിയും വീഡിയോ ചെയ്യാനുള്ളൊരു ടെൻഡൻസി വരുള്ളൂ.